വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള വ്യാജ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചെന്ന ആരോപണത്തിൽ സുബ്രഹ്മണ്യനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ചേവായൂരിലുള്ള വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുബ്രഹ്മണ്യനെതിരെ സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരും. എന്തായാലും ഈ കഴിഞ്ഞ നാളുകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു അത്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചു നിൽക്കുന്ന ആ ചിത്രം, അത് AI ആണെന്ന രീതിയിൽ CPMന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ ആ ഫോട്ടോ പങ്കുവച്ചു എന്ന പേരിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ ഫോട്ടോ ഇത്തരത്തിൽ സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയപരമായും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ. അത് വ്യാജ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്ന ആരോപണത്തിലാണ് ഇപ്പോൾ സുബ്രഹ്മണ്യനെതിരെ പോലീസ് കേസെടുത്തതും ഇപ്പോൾ ചേവായൂരിലെ വീട്ടിലെത്തി പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എപ്പോഴായിരുന്നു സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? വിവരങ്ങൾ. അശ്വതി, രാവിലെ തന്നെ ചേവായൂർ പോലീസ് സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തുള്ള വീട്ടിലെത്തിയിരുന്നു. വീട്ടിലെത്തിയ ശേഷം തനിക്ക് ഒന്ന് ഫ്രഷ് ആവുന്നതിനുള്ള സമയം വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് അതിനുള്ള സമയം നൽകി. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ഏതാണ്ട് 8:30 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. നേരത്തെ സ്വമേധയാ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുമ്പാകെ ഹാജരാവണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം ഹാജരാവാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് വീട്ടിലെത്തി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സമൂഹ മാധ്യമങ്ങളിലും പൊതു സമൂഹത്തിലുമെല്ലാം വളരെ ചർച്ചാ വിഷയമായി മാറി നിൽക്കുന്ന കാര്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ഈ സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമാണ്. അത് യഥാർത്ഥ ചിത്രത്തിൽ നിന്നും വ്യത്യസ്തത വരുത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അത് പിന്നീട് വലിയ തോതിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഈ ഫോട്ടോ തെറ്റായി ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചെന്ന ആരോപണത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തത്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധം ഉണ്ടാവാൻ എന്താവും കാരണമെന്ന ഒരു തലക്കെട്ടോടു കൂടിയാണ് ഈ ചിത്രം പങ്കുവെക്കുകയും ചെയ്ത് CPM അടക്കം നേരത്തെ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. മനഃപൂർവ്വമായി കൃത്രിമമായി നിർമ്മിച്ചെടുത്ത അല്ലെങ്കിൽ AI വഴി നിർമ്മിച്ച ഫോട്ടോ ആണ് ഇതെന്ന് CPM നേതാക്കളടക്കം ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ CPM നേതാക്കൾ ഈ ചിത്രത്തിനെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ എൻ സുബ്രഹ്മണ്യത്തിനെതിരെ കലാപാഹ്വാനത്തിന് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും കുന്നമംഗലം വീട്ടിൽ നിന്നും കസ്റ്റഡിയെടുത്ത ഇദ്ദേഹവുമായി ചേവായൂർ പോലീസ് അവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 10-20 മിനിറ്റ് മുമ്പ് തന്നെ അല്പസമയത്തിനുള്ളിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ബാക്കി നടപടിക്രമങ്ങൾ കൈക്കൊള്ളും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സമൂഹത്തിൽ കലാപാഹ്വാനം നടത്തിയെന്ന കേസാണ് ഇദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത്. നേരത്തെ ഈ ചിത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ താൻ മാത്രമല്ല ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത്, സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ തന്നെ ഉള്ള ഒരു ചിത്രമാണ് താൻ ഉപയോഗിച്ചത് എന്നാണ് സുബ്രഹ്മണ്യൻ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ ഈ ചിത്രം ഷെയർ ചെയ്തിരുന്നു. ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഷെയർ ചെയ്തപ്പോൾ നവംബർ മാസത്തിലും മറ്റും ഷെയർ ചെയ്തിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ. അന്ന് ഈ ചിത്രം ഷെയർ ചെയ്തെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ തനിക്കെതിരെ മാത്രം എന്തുകൊണ്ട് നടപടി എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്തായാലും നിയമപരമായി തന്നെ പോരാടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ അല്പസമയം മുമ്പ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഉടൻ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹവുമായി പോലീസ് എത്തും. അശ്വതി, അതാണ് അനീഷ്, ഈ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യമന്ത്രി നിൽക്കുന്ന ഫോട്ടോ അത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഈ AI ചിത്രം അതിനൊപ്പം പ്രചരിച്ചത്. ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു പോലീസ് ജീപ്പിന്റെ താക്കോൽ കൈമാറുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം ഈ കാതിൽ ചെവിയിൽ എന്തോ പറയുന്നതായുള്ള അത്രയും ഗാഢമായ ബന്ധമാണോ മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള എന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ ചർച്ചകളൊക്കെ നടക്കുന്ന രീതിയിൽ ഈ AI ചിത്രം രംഗത്തെത്തിയത്. അതേസമയം അന്ന് തന്നെ ഈ CPM ഇത് AI ആണ് എന്നും മറ്റു ചിത്രത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകാമെന്നും ഒക്കെ പറഞ്ഞിരുന്നല്ലോ, അല്ലേ? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പരക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും
മുഖ്യമന്ത്രിയും നിൽക്കുന്ന ചിത്രം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു യഥാർത്ഥ ചിത്രം എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നില്ല. പക്ഷെ പിന്നീടാണ് CPM തന്നെ അല്ലെങ്കിൽ CPM ഹാൻഡുകൾ തന്നെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, ആ ചിത്രത്തിന്റെ പൂർണ്ണ രൂപവും ഒപ്പം വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വിട്ടത്. ശബരിമല സന്നിധാനത്ത് ഈ രോഗികളെ എത്തിക്കുന്നതിനും അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിൽ അവിടെ നിന്നും താഴേക്ക് ആളുകളെ എത്തിക്കുന്നതിനും മുകളിലേക്ക് അത്തരത്തിൽ ഉപയോഗിക്കുന്നതിനായി ഒരു വാഹനം ആവശ്യമായി വന്നിരുന്നു. അത്തരം ഒരു വാഹനം ഒരു സ്പോൺസർ നൽകാമെന്ന് പറയുകയും ഒരു ഗൂർഖ വാഹനം ശബരിമല സന്നിധാനത്തേക്ക് സ്പോൺസർ ചെയ്യുകയും ചെയ്തു. ആ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ് കൂടിയാണ്. ഈ സ്പോൺസറെയും ദേവസ്വം ബോർഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചത് ഈ ഇടനില നിന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നമുക്കറിയാം ശബരിമലയിലെ പല കാര്യങ്ങളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപെട്ടതായുള്ള വിവരങ്ങൾ ഇതിനകം പുറത്തു വരുന്നുണ്ട്. പലപ്പോഴും സന്നിധാനത്ത് ഈ പുറത്തുനിന്ന് എത്തുന്ന ഭക്തർ അല്ലെങ്കിൽ വലിയ തോതിൽ പണം നൽകാൻ കഴിയുന്ന സ്പോൺസർമാരൊക്കെ നേരിട്ടല്ല പലപ്പോഴും ദേവസ്വം ബോർഡിലേക്ക് എത്തുന്നത്. ഇത്തരത്തിലുള്ള ഇടനിലക്കാർ വഴിയൊക്കെയാണ് എത്തുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇടനില നിന്നു എന്ന രീതിയിലാണ് വാർത്തകളും വിവരങ്ങളും ഒക്കെ പിന്നീട് പുറത്തു വന്നത്. അങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ട് ഒരു ചിത്രത്തിൽ അണിനിരക്കുന്ന അല്ലെങ്കിൽ ഒരു വീഡിയോ ദൃശ്യത്തിൽ ഒരു വേദി പങ്കിടുന്ന രീതിയിലുള്ള ഒരു ചിത്രം പുറത്തു വന്നത്. പക്ഷെ ആ ചിത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം കൂടുന്നത്. ആ പുറത്തു വന്ന ചിത്രം പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ അടുത്ത ബന്ധമുണ്ട് എന്ന ഒരു വ്യാഖ്യാനം വരാം. ഒപ്പം സാധാരണഗതിയിൽ ഈ ആളുകളോട്, അപരിചിതരായ ആളുകളോടൊന്നും കൃത്യമായി അടുക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഈ വലിയ പരിചയമില്ലാത്തവരോട് ചെവിയിൽ പോയി സൗഹൃദം ഒന്ന് പങ്കുവെക്കുന്ന തരത്തിലുള്ള ആളുമല്ല എന്ന് മുഖ്യമന്ത്രി നമുക്കറിയാം. പക്ഷെ ഈ ചിത്രത്തിൽ ഇത്ര അധികം അടുത്ത് നിന്ന് ചെവിയിൽ പങ്കുവെക്കുന്ന കാര്യം എന്ത് എന്ന രീതിയിൽ തന്നെയാണ് പ്രചാരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും അതിനുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ആൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതാണ് ഈ എൻ സുബ്രഹ്മണ്യന്റെ ഫോട്ടോയുടെ ക്യാപ്ഷനും അങ്ങനെയായിരുന്നു അല്ലേ? ഇത്രയും ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും തമ്മിൽ ഇത്രമേൽ അഗാധ ബന്ധം ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്ന ക്യാപ്ഷനോടെയാണ് ഈ ഫോട്ടോകൾ പങ്കുവെക്കുകയും ചെയ്തത്. തീർച്ചയായും അത് തന്നെയാണ് കാരണം. ഈ സാധാരണഗതിയിൽ ഈ ഒരു പേരുമില്ലാത്ത ഐഡികളിൽ നിന്നും അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ നിന്നും ഒക്കെ ഇത്തരം ചിത്രം പങ്കുവെക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു ആധികാരികതയെ കുറിച്ചൊക്കെ സംശയം വരും. പക്ഷേ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാർട്ടികളുടെയും മറ്റുമൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരം ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ആധികാരികത വരും. ഈ ചിത്രം യഥാർത്ഥ ചിത്രം എന്ന ഒരു പ്രതീതി ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം അതിന്റെ ക്യാപ്ഷൻ നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധം ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം? ആ 2-3 വാക്കുകൾക്കിടയിൽ തന്നെ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. കാരണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉന്നതങ്ങളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന ആവശ്യം നിരന്തരം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം ഈ PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലും അന്വേഷണം നടത്തണമെന്നൊക്കെയുള്ള ആവശ്യമായി മുന്നോട്ട് വരുമ്പോൾ അതുക്കും മേലയിലേക്ക്, അതായത് കുറച്ചുകൂടി ഉയർന്ന തരത്തിലേക്കുള്ള അന്വേഷണം നീങ്ങണമെന്ന ഒരു പ്രചാരണം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ നടപടികൾ എടുക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പരസ്പരം ചർച്ച ചെയ്ത് അറിഞ്ഞ് അവരുമായുള്ള ബന്ധത്തിന്റെ ഒരു സ്ഥലത്തിലേക്ക് വന്നതാണ് എന്ന് വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമം. എന്തായാലും അത് വലിയ ഒരു പ്രശ്നമായി തന്നെയാണ് CPM കണക്കാക്കുന്നത്. മുഖവും തലയുമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കപ്പുറം കൃത്യമായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള, സമൂഹത്തിൽ അത്യാവശ്യം പേരും പെരുമയും ഒക്കെ ഉള്ള ആളുകൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ അത് വരുത്തുന്ന പ്രത്യാഘാതം വലുതാണ് എന്ന് CPM അറിയാം. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടപടിയെടുക്കുന്നത്. പക്ഷേ ഇന്നലെ അടക്കം ഇന്നും ഒക്കെ ഈ സുബ്രഹ്മണ്യം ചോദിക്കുന്നത് പോലെ ഇത്തരത്തിൽ താൻ മാത്രമല്ല ഈ ചിത്രം പങ്കുവച്ചത്, തനിക്ക് മുമ്പും ആളുകൾ ഈ ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ ചിത്രം പങ്കുവച്ചിരുന്നു. അന്ന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി എടുത്തില്ല, അല്ലെങ്കിൽ തനിക്കെതിരെ എടുക്കുന്ന നടപടി എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ എടുക്കുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്നാലും കോൺഗ്രസ് ഹാൻഡിലുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ വരും മണിക്കൂറുകളിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാന ചോദ്യവും അതാവും. ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടാണോ? ഒരു ചിത്രം പങ്കുവച്ചാൽ, ഒരു ചിത്രത്തിൽ 2 പേർ ചേർത്തിരിക്കുന്ന ചിത്രത്തിലെ ഒരു ഭാഗം മാത്രം പങ്കുവച്ചാൽ അത് എന്തുകൊണ്ട് ഈ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു? അത്തരമൊരു സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്ന ചോദ്യമൊക്കെ ആയിരിക്കും. എന്തായാലും പോലീസ് പക്ഷെ അനീഷ്, IT ആക്ട് ഒക്കെ വളരെ കർശനമായിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ അനീഷ് പറഞ്ഞ മുഖമില്ലാത്തവർക്കെതിരെ പോലും അന്വേഷണവും നടപടിയും ഒക്കെ ഉണ്ടാകുന്ന ഈ കാലത്താണ് ഇപ്പോൾ
സുബ്രഹ്മണ്യൻ പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയണം. ഞാൻ മാത്രമല്ല അവന്മാരും ഉണ്ട് എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പോലെ ഇതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കേസല്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ആ ചിത്രത്തെ വലിയ തോതിൽ വക്രീകരിച്ചാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം വാഹനത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ CPM ഹാൻഡിലുകളിലൊക്കെ ആ ചിത്രത്തെ കുറിച്ചുള്ള വിശദാംശങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അടക്കം വന്നിരുന്നു. അദ്ദേഹം വാഹനത്തിലേക്ക് കയറാൻ പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വശത്തേക്ക് മാറ്റുന്നു. അതായത് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു വശത്തേക്ക് കൈകൊണ്ട് തള്ളി നീക്കി മുന്നോട്ട് പോകുന്നതായിരുന്നു ആ ദൃശ്യം. പക്ഷെ അത് കുറച്ചുകൂടി അടർത്തിയെടുത്ത് ചിത്രീകരിച്ചപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ പറയുന്നത് പോലെയുള്ള വ്യാഖ്യാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഈ വക്രീകരണം ഈ ചിത്രത്തിൽ നടന്നത് എന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ ആ ചിത്രത്തിന്റെ രീതി മാറി. ഒപ്പം ആ ചിത്രം പുറത്തേക്ക് വിടുന്ന ആശയത്തിന്റെ ഗതി മാറി. അതുകൊണ്ട് തന്നെയാണ് വലിയ പരിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പിൻ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹമാണ് പലപ്പോഴും ഈ അവിടുത്തെ കാര്യങ്ങൾ ഈ ഉയർന്ന പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള നടപടിക്രമങ്ങളിൽ ഇടപെട്ടത്. പലപ്പോഴും സ്പോൺസർമാരെ എത്തിക്കുന്നതും അല്ലെങ്കിൽ സ്പോൺസർമാർ എന്തെങ്കിലും കാര്യങ്ങൾ ശബരിമലയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ അതിനുള്ളിലെ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നിരുന്നത്. ഒപ്പം വലിയ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹത്തിന് അടുത്ത ബന്ധം അല്ലെങ്കിൽ അടുത്ത ബന്ധം ഉണ്ടെന്ന് പ്രതീതി ജനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇത്തവണ ഈ ചിത്രം വലിയ ഒരു നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. ഒരു വശത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം ഉയർത്തിക്കാട്ടുമ്പോൾ മറുവശത്ത് മറ്റു വിഷയങ്ങളിലൂടെ ഈ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് നീങ്ങാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു നിയമ യുദ്ധത്തിനും ഒപ്പം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനുമാകും ഈ വരും ദിനങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ഈ സുബ്രഹ്മണ്യന്റെ ഈ കസ്റ്റഡിയിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും വലിയ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ പുറത്തേക്ക് ഒഴുകപ്പെടുന്ന ഒരുപാട് ഫോട്ടോകൾ അല്ലെങ്കിൽ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അവയൊക്കെ ഒന്ന് തടയിടുക എന്ന ലക്ഷ്യം കൂടി ഒരു പക്ഷേ ഈ നടപടിക്ക് പിന്നിലുണ്ടാവും എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും KPCC നിർവാഹക സമിതി അംഗവും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിലും ഒരാളായ N സുബ്രഹ്മണ്യൻ കസ്റ്റഡിയിലായിരിക്കുന്നു. വീട്ടിൽ നിന്നും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം മനീഷ്, ഈ കേസെടുത്ത ശേഷം അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് താൻ ഈ ചിത്രം പങ്കുവച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതും കൂടുതൽ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതൊരു ലൂപ്പ് ഹോൾ ആയേനെ. പക്ഷേ ആധികാരികത ഉറപ്പിച്ച ശേഷമാണ് താൻ ഈ പോസ്റ്റ് ഇട്ടതെന്നും AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം രാഷ്ട്രീയ പ്രേരിതമായ നടപടിയാണിതെന്നും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തീർച്ചയായും അതാണ്. അതായത് പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഈ ഉറവിടത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലായിരിക്കാം. ഈ പലപ്പോഴും ആളുകൾ പോസ്റ്റ് ചെയ്ത ശേഷം പറയും താൻ ഫോർവേഡായി ലഭിച്ച ഒരു ചിത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ വന്ന ഒരു ചിത്രം എടുത്ത് താൻ റീപോസ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ വാട്സാപ്പ് വഴി വന്ന ഒരു ചിത്രം തനിക്ക് ഉറവിടം അറിയാതെ താൻ പ്രസിദ്ധീകരിച്ചാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നു താൻ ഇതിന്റെ ആധികാരികത ഉറപ്പ് വരുത്തിയ ശേഷമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കൈവശം തന്നെയുള്ള അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ചിത്രം ഈ ചിത്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഒപ്പം മറ്റു ചില ആളുകൾ കൂടി അത് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നടക്കമുള്ള ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. പക്ഷെ നമുക്കറിയാം നിയമത്തിന് മുന്നിൽ എന്താണോ ഏത് കേസിലാണോ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക ആ കേസ് ആയിരിക്കും കൂടുതൽ പരിഗണനയ്ക്ക് വരിക. മറ്റാളുകൾ സമാനമായ കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് എനിക്കും ഈ കുറ്റം ചെയ്യാം എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. എന്തായാലും നിയമത്തിന്റെ ആ ഒരു പരിരക്ഷ അക്കാര്യത്തിൽ ലഭിക്കില്ല എന്ന് നമുക്കറിയാം. രാവിലെ തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിലധികം വീടിന്റെ പുറത്ത് പോലീസ് കാത്തു നിന്നു. അദ്ദേഹത്തോട് പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ ഞങ്ങളുടെ എത്തണമെന്ന് ചേവായൂർ CI ആവശ്യപ്പെട്ടു. ഇതിനുശേഷം അദ്ദേഹം അകത്തേക്ക് പോവുകയും ഫ്രഷായ ശേഷം അദ്ദേഹം പുറത്തേക്ക് വരികയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേവായൂർ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘമാണ് അവിടെ എത്തിയത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്
അദ്ദേഹം ഈ കസ്റ്റഡിയിലായി പോകുന്ന സമയത്തും പ്രതികരിച്ചത്. മറ്റ് നടപടിക്രമങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഈ കേസിനെ നേരിടുന്നതിനെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ, രാഷ്ട്രീയമായ പ്രതിഷേധങ്ങൾ എന്നിവയൊക്കെ വരും മണിക്കൂറുകളിൽ ഉയർന്നു വരും എന്ന് നമുക്ക് കരുതാം. സ്വർണ്ണക്കടത്തുള്ള വിഷയം സജീവമാക്കാൻ കിട്ടിയ മറ്റൊരു അവസരമായി തന്നെ കോൺഗ്രസ് എന്തായാലും ഇതിനെ കാണുകയും ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട KPCC നിർവാഹക സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. അദ്ദേഹത്തെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തിക്കുന്നത്. ശരി അനീഷ്, മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചെയ്തിടുന്നു. എന്തുവാടേ അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന നേതൃത്വത്തോട് വിയോജിച്ച് ജില്ലാ ഘടകങ്ങൾ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ബാധിച്ചെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ നിലപാട്. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്താണ് എന്ന ചോദ്യവും നേരിടേണ്ടി വന്നു. ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും സംഭവിച്ചു. വർദ്ധിപ്പിച്ച പെൻഷനും കുടിശ്ശികയും വിതരണം ചെയ്തിരുന്നില്ലെങ്കിൽ തോൽവി കനത്തതാകുമായിരുന്നുവെന്നും ജില്ലാ ഘടകങ്ങൾ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസം സംസ്ഥാന സമിതിയും ചേരും. VV അരുണാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് CPM യോഗം ചേരുമ്പോൾ? അശ്വതി, സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും CPM ഇഴകീറി പരിശോധിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി സൂക്ഷ്മതയോടെ ഉണ്ടാകുമെന്ന സൂചനകളാണ് നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചത്. കാരണം 22 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വസ്റ്റനെയർ CPM കീഴ്ഘടകങ്ങൾക്ക്, ബൂത്ത് കമ്മിറ്റികൾ, ബ്രാഞ്ചുകൾക്കടക്കം നൽകിയിരുന്നു. ആ ബ്രാഞ്ചിൽ നിന്നുള്ള കൃത്യമായ വിശദീകരണം എന്തുകൊണ്ട് തോറ്റുവെന്ന ഇതിൽ 22 ചോദ്യങ്ങൾക്ക് ഉത്തരം അത് വെച്ചാണ് CPM ഇന്ന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാൾ സംസ്ഥാന കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ പോകുന്നത്. ജില്ലാ കമ്മിറ്റികൾക്കും ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കും ഒക്കെ കൃത്യമായ അഭിപ്രായം ഉണ്ടായിരുന്നു. അതെല്ലാം കേട്ട ശേഷമാകും CPM ഈ ഒരു വിലയിരുത്തലിലേക്ക് കടക്കുക. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കാരണമായില്ല എന്ന തരത്തിലുള്ള പരാമർശമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന പ്രാഥമികമായ അവലോകനം ചെയ്യാൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സ്വീകരിച്ച നിലപാട്. പിന്നീട് പലപ്പോഴും അദ്ദേഹം അതേ നിലപാട് ആവർത്തിച്ചു. എന്നാൽ ആ ഒരു വികാരമായിരുന്നില്ല ജില്ലാ ഘടകങ്ങളിലേക്ക്, ജില്ലാ കമ്മിറ്റികളിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റുകളിലേക്കും ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി എന്ന് തന്നെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നിലനിൽക്കുമ്പോൾ ജനങ്ങളിലേക്ക് വോട്ട് ചോദിച്ചു പോകുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത സാഹചര്യം ഉണ്ടായെന്ന് ജില്ലാ കമ്മിറ്റികളിൽ നേതാക്കൾ വീറോടെ വാദിച്ചു. മാത്രവുമല്ല, എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല, ജയിലിലായിട്ടും എന്തുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗത്തെ സംരക്ഷിക്കുന്ന ജനങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ചൂളിപ്പോയി എന്ന് പറഞ്ഞ നേതാക്കളും ജില്ലാ കമ്മിറ്റികളിലുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല പല ജില്ലാ കമ്മിറ്റികളിലും സമാന വികാരം ഉയർന്നു വന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞ നേതാക്കൾ ഒരു പിടിയാണ് ജില്ലാ കമ്മിറ്റികളിൽ. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം UDF അനുകൂലമായി മാറി. അതിന് വെള്ളാപ്പള്ളിയുടെ അടക്കം നിലപാടുകൾ, വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തോൽവിക്ക്, അതിൽ ശബരിമലയും ഒരു കാരണമായിരുന്നിരിക്കാം. മുഖ്യമന്ത്രി തന്നെ തുറന്നു പറയുമ്പോഴും സംസ്ഥാന സെക്രട്ടറി ആ ഒരു നിലപാട് നേരത്തെ സ്വീകരിക്കുന്നത്. പക്ഷേ ഇനിയൊരു പക്ഷേ ആ നിലപാടുകൾ മാറിയേക്കാം. സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കീഴ്ഘടകങ്ങളുടെ വികാരം കൂടിയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് അവലോകനം സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കി താഴേക്ക് നൽകുകയും അവിടെ ജില്ലാ ഘടകങ്ങളുടെ ബ്രാഞ്ചുകളുടെ വരെ അഭിപ്രായം തേടിയ ശേഷം പിന്നീട് മുകളിലേക്ക് ചർച്ചയ്ക്കെടുത്ത് അതൊരു അവലോകന റിപ്പോർട്ടാക്കി മാറ്റുകയുമാണ് ഉള്ളത്. തിരുത്തലുകളൊക്കെ അവിടെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചാണ് CPM ചെയ്യുന്നത്. താഴെ മുതൽ ചർച്ചകൾ വന്ന് അവിടെ നിന്നുള്ള അഭിപ്രായം, വികാരങ്ങൾ, കണക്കുകൾ, വിലയിരുത്തലുകളൊക്കെ കേട്ട ശേഷം ഒരു അവലോകനത്തിലേക്ക് പോവുകയാണ്. ഈ ശബരിമലയും സ്വർണ്ണക്കൊള്ളയും
ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരം പോലുള്ള സംസ്ഥാന വിഷയങ്ങൾ മാത്രം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന് സ്ഥാപിക്കാൻ ചില കമ്മിറ്റികൾ ബോധപൂർവ്വം ശ്രമിച്ചതായി സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കണക്കുകൾ മാത്രം പോരാ, പ്രാദേശികമായ വിഷയങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയം, അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം, ഈ കാര്യങ്ങളിലും കൃത്യമായ വിശദീകരണം വേണമെന്ന് CPM സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചാകും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ മറ്റന്നാളും ചേരുന്ന സംസ്ഥാന സമിതി യോഗവും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുക. തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റുപോയി? വലിയ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടും നവംബർ പ്രഖ്യാപനമെന്ന് CPM വിശേഷിപ്പിച്ച ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ട് തോറ്റുപോയി എന്ന ചോദ്യമാണ് CPMന് മുന്നിലുള്ളത്. അതിന് കാരണങ്ങൾ പലതുണ്ട്. അതിൽ സ്വർണ്ണക്കൊള്ള, സർക്കാരിനെതിരായ വികാരം, അതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിയോട് ചേർന്ന് നിന്ന് സമയമുണ്ടായിരുന്നു, അത് വലിയ രീതിയിൽ അകന്നു പോകുന്നു. അതിന് വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയുമായി ചേർന്ന് നിൽക്കുന്ന സാമുദായിക നേതാക്കളുടെ നാക്കും പ്രവൃത്തികളും എത്രത്തോളം വഴിവെച്ചു എന്ന കാര്യത്തിലൊക്കെ ആഴത്തിലുള്ള പരിശോധനയ്ക്കാണ് CPM ഒരുങ്ങുന്നത്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി തയ്യാറായതിന്, പക്ഷേ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളും മുഖ്യമന്ത്രി ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിലെത്തുമ്പോൾ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതും എല്ലാം തിരിച്ചടിയായെന്ന് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വരുന്ന റിപ്പോർട്ടുകളിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. CPIയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണവിരുദ്ധ വികാരവും ശബരിമലയും ഒക്കെ ചർച്ചയായി തിരിച്ചടിയായെന്ന് CPI വിലയിരുത്തുന്നു. ഈ പാർട്ടികളുടെ CPIയും ഉൾപ്പെടുന്ന ഘടകകക്ഷികളുടെ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് ജനുവരി ആദ്യവാരം ഇടതുമുന്നണി സംസ്ഥാന നേതൃയോഗം ചേരേണ്ടത്. അവിടെയും സമാനമായ തിരുത്തലുകൾക്കും പരാജയ കാരണങ്ങൾ കണ്ടെത്തലിനുമൊക്കെ സമയം മാറ്റിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് ശേഷം നടക്കുന്ന ഏറ്റവും നിർണായകമായ CPMന്റെ നേതൃയോഗങ്ങൾക്കാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി AKG സെന്റർ സാക്ഷിയാകാൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ സമയം മാത്രം, ആഴ്ചകൾ മാത്രമാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും മുന്നിലുള്ളത്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പാർട്ടി തിരിച്ചറിയുന്നു, തിരുത്തേണ്ടതുണ്ടെന്ന് പറയുന്നു, ആ തിരുത്തുമെന്നും പറയുന്നു. എന്തൊക്കെയാണ് തിരുത്തലുകൾ, എവിടെയൊക്കെയാണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് ചുരുങ്ങിയ സമയത്തും തിരുത്തണമെന്ന വലിയൊരു വെല്ലുവിളിയാണ് CPMനും ഇടതുമുന്നണിക്കും മുന്നിലുള്ളത്. അതിൽ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്കാണ് ഇന്ന് CPM കടക്കുന്നത്. അടുത്ത ആഴ്ച 29-30 ദിവസങ്ങളിൽ CPIയുടെ നേതൃയോഗങ്ങളും ചേരുന്നുണ്ട്. അതിനുശേഷം ജനുവരി ആദ്യ ആഴ്ച ഇടതുമുന്നണി യോഗവും ചേരും. ഇതിനത്തിന് മറ്റു ഘടകകക്ഷികളുമൊക്കെ ചർച്ച ചെയ്തത്, RJD ഉൾപ്പെടെ കക്ഷികൾ ചർച്ച ചെയ്തത് ശബരിമലയും ഭരണവിരുദ്ധ വികാരവും ഒക്കെ വലിയ തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം കൂടി പരിഗണിച്ചാകും ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. അതിൽ ഏറ്റവും നിർണായകം CPMന്റെ വിലയിരുത്തൽ തന്നെയാണ്. നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായില്ലെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ നിലപാട് തിരുത്താൻ തയ്യാറാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി ജില്ലാ ഘടകങ്ങളിലെ വികാരം CPMന് മുന്നിലുണ്ട്. ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന്, ബ്രാഞ്ചുകളിൽ നിന്ന് വരുന്ന ചോദ്യാവലിയിൽ ഉള്ള ഉത്തരങ്ങളുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയാകും CPM ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിച്ചേരുക. അശ്വതി. ശരി, DV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 10:30 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും 2:30 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും. പലയിടത്തും സ്വതന്ത്രരുടെ നിലപാട് നിർണായകമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്മരുതി, കുന്നത്തുകാൽ, മംഗലപുരം, പാങ്ങോട്, പൂവച്ചൽ, മണമ്പൂർ, വെമ്പായം, പുല്ലമ്പാറ, വിളവൂർക്കൽ തുടങ്ങിയ പഞ്ചായത്തുകളിൽ സസ്പെൻസ് തുടരുകയാണ്. എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട്, പോത്താനിക്കാട്, പിതൃക്ക പഞ്ചായത്തുകളിലും നറുക്കെടുപ്പിനാണ് സാധ്യത. കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലും ഉമ്മന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലും LDFും UDFും തുല്യനിലയിലാണ്. കൊറ്റക്കര, ചിറക്കര പഞ്ചായത്തുകളിലും ശ്രദ്ധാകേന്ദ്രമാണ്. സാരംഗ് സുധാകരനും ആജ്ഞ രവീന്ദ്രനും S വിനീഷും ചേരുന്നു. ആദ്യം സാരംഗിലേക്ക്. സാരംഗ്, ഏതൊക്കെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധാകേന്ദ്രമായ പഞ്ചായത്തുകൾ? സ്വതന്ത്രരുടെ തീരുമാനം നിർണായകമാകുന്നത് എവിടെയൊക്കെയാണ്? അശ്വതി, 13 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇപ്പോൾ അതിനിർണായകമായ ഒരു വോട്ടെടുപ്പിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ഇതിൽ ഒരു ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് 15-13, LDFന് 15ഉം 13ഉം രീതിയിൽ സീറ്റ് നൽകിയുള്ളത്. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മരുതിയിൽ LDFനും UDFനും 9 സീറ്റുകൾ വീതമാണ്. അവിടെ NDAയും BSPയും ഓരോ സീറ്റുകൾ വീതമുണ്ട്. അതിനൊപ്പം തന്നെ കുന്നത്തുകാൽ, മംഗലപുരം, ഒപ്പം പുല്ലമ്പാറ തുടങ്ങിയ 13 ഗ്രാമപഞ്ചായത്തുകളിൽ നിർണായകമാണ് 10:30 നടക്കുന്ന ഇലക്ഷനിൽ. അതായത് ഇത് വോട്ടെടുപ്പിൽ അസാധു ആയി പോവുകയോ, കഴിഞ്ഞ ദിവസം അടക്കം LDFന്റെയും BJPന്റെയും അടക്കം ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ അസാധുവായി പോയിരുന്നു. ഈ ഒരു ബാലറ്റിന് പുറകിൽ പേരെഴുതി ഒപ്പിടണം എന്നൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത് പിന്തുടരാൻ അത് വിട്ടുപോയ 2 വോട്ടുകളാണ് ഇവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തത്. പക്ഷേ അതുപോലെയല്ല ഈ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ അടക്കമുള്ള ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പല ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു ചെറിയൊരു പിഴവ് പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പോലും
അത് ഭരണം തന്നെ നഷ്ടപ്പെടുന്ന, അതായത് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വൈസ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കം കടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിയദർശിനിയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത് LDF-ൻ്റെത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPI CPM-ഉം പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുക. മറ്റ് ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ 13 ഗ്രാമപഞ്ചായത്തുകളിലെ കാര്യങ്ങളാണ് ഇപ്പോൾ സസ്പെൻസായി തുടരുന്നത്. അതിൽ ഏത് രീതിയിലേക്ക് കാര്യങ്ങൾ മാറും, സ്വതന്ത്രൻ്റെ നിലപാടടക്കം വളരെ നിർണായകവുമായി നിൽക്കുകയാണ്. എന്ത് തന്നെയായാലും 10:30 ഈ ഒരു തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും. അശ്വതി. ശരി സാരംഗ, എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട്, പോത്താനിക്കാട്, പുതൃക്ക പഞ്ചായത്തുകളിലും നറുക്കെടുപ്പിന് സാധ്യതയുണ്ട്. ഒപ്പം കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലും ഉമ്മന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലും LDF-ലും UDF-ലും തുല്യ നിലയാണ്. S വിനീഷ് കൂടി ചേരുന്നു. വിനീഷ്, എന്താണ് അവിടുത്തെ അവസ്ഥ? അശ്വതി, കൊല്ലത്ത് 11 ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ തന്നെ 68 ഗ്രാമപഞ്ചായത്തുകളുമാണ് ഉള്ളത്. ഇതിൽ 7ഇടത്ത് LDF-ഉം 3ഇടത്ത് UDF-ഉമായിരുന്നു വിജയിച്ചിരുന്നത്. ഒരിടത്ത് സമനിലയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നിർണായക നീക്കം നടക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഉമ്മന്നൂരിൽ ആർക്ക് നറുക്ക് വീഴും എന്നുള്ളതാണ്. UDF-നും LDF-നും 9 വീതം സീറ്റുകളാണ് അവിടെ ഉള്ളത്. BJP-ക്ക് 3 സീറ്റുകളുമുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ബ്രിജേഷ് എബ്രഹാമിനെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജലജ ശ്രീകുമാറിനെയുമാണ് മത്സരിപ്പിക്കുന്നത്. ഇതിൽ LDF-ൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM. ശരി, S വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പലയിടത്തും സ്വതന്ത്രരുടെ തീരുമാനം വളരെ നിർണായകമാകാനുള്ള സാധ്യതയുണ്ട്. പലയിടത്തും അവസാന നിമിഷം വരെ സസ്പെൻസ് തുടരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എറണാകുളത്തേക്ക് എത്തുമ്പോൾ അവിടെ 3 പഞ്ചായത്തുകൾ, കല്ലൂർക്കാട്, പോത്താനിക്കാട്, പുതൃക്കൈ പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പിന് സാധ്യതയുണ്ട്. അവിടുത്തെ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും. കൊറ്റക്കര, ചിറക്കര പഞ്ചായത്തുകളിലും ശ്രദ്ധാകേന്ദ്രമാണ്. അത്തരത്തിൽ പലയിടങ്ങളിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അവസാന നിമിഷം വരെയുള്ള സസ്പെൻസ് നിലനിർത്തും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അശ്വതി, 10:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വോട്ടെടുപ്പ് നടക്കുക. അതുപോലെ തന്നെ കോൺഗ്രസിന് UDF-നും വലിയ മേൽക്കൈയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ മേൽക്കൈയാണ് UDF-നുള്ളത്. അതുപോലെ കല്ലൂർക്കാട്, പോത്താനിക്കാട്, പിതൃക്കൈ പഞ്ചായത്തുകളിൽ നറുക്കെടുപ്പായിരിക്കും ഉണ്ടാവുക. മറ്റു ചില സ്ഥലങ്ങളിൽ, അതായത് സ്വതന്ത്രരുടെ ആധിക്യം കൂടുതലുള്ളത് കൊണ്ട് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി UDF-ന് ഭരണം പിടിക്കേണ്ടത് ചില പഞ്ചായത്തുകളുണ്ട്. അതുപോലെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12 UDF-നാണ്, 2 മാത്രമാണ് LDF-നുള്ളത്. അതുപോലെ 82 പഞ്ചായത്തുകളാണ്, ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. ഈ 82 ഗ്രാമപഞ്ചായത്തുകളിൽ 69 UDF-ന്റെ മേൽക്കൈയുള്ള പഞ്ചായത്തുകളാണ്. ഈ വലിയ വിജയം, അതായത് ജില്ലയിൽ വലിയ മേൽക്കൈയാണ് UDF-ന് വിവിധ പഞ്ചായത്തുകളിലുള്ളത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രരുടെ ആധിക്യം വലിയ കൂടുതലാണ് ജില്ലയിൽ. അതുപോലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് 10:30 തുടരുക. ജില്ലാ പഞ്ചായത്തിലേക്ക് KG രാധാകൃഷ്ണനാണ്, അതായത് പാമ്പാക്കുട ഡിവിഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള KG രാധാകൃഷ്ണനാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അതായത് സിൻഡ തോമസ് ഉപാധ്യക്ഷ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. അതേസമയം ഈ ഉപാധ്യക്ഷ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ലീഗിന് ആ സ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ചേന്നമംഗലം, ഞാറക്കൽ, പിതൃക്കയിൽ തന്നെ UDF-ന് സ്വതന്ത്രരെ ഒപ്പം നിർത്തിയെങ്കിൽ മാത്രമേ ഭരണം പിടിക്കാനാവുകയുള്ളൂ. അതുപോലെ എടത്തലയിലാണ് മുസ്ലിം ലീഗുമായി ചർച്ച തുടരുന്ന സാഹചര്യമുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 ബ്ലോക്ക് പഞ്ചായത്തിൽ 12 UDF-നും 82 ഗ്രാമപഞ്ചായത്തുകളിൽ 69 UDF-നുമാണ് ഉള്ളത്. ഇത് മാത്രമല്ല, ലീഗ് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ലീഗിനെ അനുനയിപ്പിക്കുന്ന പ്രക്രിയ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇതുവരെ സോർട്ട് ഔട്ട് ആയിട്ടില്ല. എന്നാലും ഇന്ന് 10:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പ് നടക്കുക. ശരിയാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം ഇന്ന് നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം 11 മണിക്ക് തിരുവനന്തപുരത്ത് ചേരും. 24 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർപ്പുണ്ട്. പകുതിയിലധികം പേരെ കണ്ടെത്താനായില്ല എന്നാണ് CPM-ഉം കോൺഗ്രസും പറയുന്നത്. 28,000-ൽ അധികം പേരാണ് പേര് ചേർക്കാൻ അപേക്ഷ നൽകിയത്.
സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ 24 ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. അവർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ ആശങ്കകളാകും ഇന്ന് യോഗം ചേരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിക്കുക? ഈ എസ് ഐ ആർ നടപടിയുടെ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഈ രാഷ്ട്രീയ കക്ഷി പാർട്ടികൾ ആരോപിച്ച പല വിഷയങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഈ ഒരു മീറ്റിങ്ങിലും ഇന്ന് നടക്കാൻ പോകുന്ന മീറ്റിങ്ങിലടക്കം ഉന്നയിക്കാൻ പോകുന്നത്. അതായത് പലരും ഈ ഒരു BLOമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന വോട്ടർമാർ ഈ ഒരു അഡ്രസ്സിൽ തന്നെ തുടരുന്ന അതേ നാട്ടിൽ തന്നെ തുടരുന്നവർ തന്നെയാണ്. അവരിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞില്ല, അതിനൊരു സമയം അനുവദിച്ച് നൽകിയില്ല. വളരെ ചുരുങ്ങിയ സമയത്ത് BLOമാരെ കൊണ്ട് അധികമായി ജോലി ചെയ്യിപ്പിച്ചു ഈ ഒരു വോട്ടർ പട്ടികയിലെ പലരെയും പുറത്താകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. 24,80,000-ത്തിലധികം പേരാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത്. അതിൽ വേറൊരു കാര്യം സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ന തരത്തിൽ, അതായത് മരണപ്പെട്ടു പോയവർ, സ്ഥിരമായി താമസം മാറിപ്പോയവർ എന്ന പല രീതിയിൽ തരംതിരിച്ചുകൊണ്ടാണ് ഈ 24 ലക്ഷത്തിലധികം പേരെ പുറത്താക്കിയിരിക്കുന്നത്. പക്ഷേ അതിൽ മറ്റുള്ളവർ, കണ്ടെത്താൻ കഴിയാത്തവർ എന്ന തരത്തിൽ വലിയൊരു ശതമാനം പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ മറ്റുള്ളവരിൽ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് പെടുക, അത് എങ്ങനെയാണ്, കണ്ടെത്താൻ കഴിയാത്തവരാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ മീറ്റിങ്ങിലടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലൊന്നും കൃത്യമായൊരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ MV ജയരാജൻ അടക്കം പല വോട്ടർമാരുടെയും പേരും അഡ്രസ്സ് അടക്കം സൂചിപ്പിച്ചുകൊണ്ട് അവർക്ക് നേരിട്ട് പരിചയമുള്ള പല വോട്ടർമാരും ഈ പട്ടികയിൽ നിന്നും പുറത്തായി പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നീട് അതിനൊപ്പം തന്നെ ഇപ്പോൾ കരട് പട്ടികയിലടക്കം ഒരുപാട് പേർ പുറത്തു പോയിരിക്കുന്നു എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി അപേക്ഷകൾ വരുന്നു. ഇതിലും വളരെ ചുരുങ്ങിയ സമയമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു നടപടിക്രമങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കാൻ, അതായത് എല്ലാവർക്കും ഈ ഒരു അപേക്ഷയും ഒപ്പം തന്നെ ഈ ഒരു ആരോപണങ്ങളൊപ്പം പരാതികളുമായി മുന്നോട്ട് വരാനുള്ളൊരു സമയം കൂടുതൽ അനുവദിക്കണം. മാത്രമല്ല ഈ ഒരു അടിയന്തര സാഹചര്യം, അതായത് ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ അടക്കം മുൻപിൽ വരാൻ ഇരിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ഒരു ഫെബ്രുവരിയിൽ ഈ ഒരു അന്തിമ പട്ടിക പ്രഖ്യാപിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ അതായത് ആവശ്യപ്പെട്ട കൂടുതൽ സമയം വേണം. ഇതൊരു തിരക്ക് പിടിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു കാര്യമല്ല. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിലാണ് BLOമാർ പലരും വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്ത് രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പം വരാനോ ഇക്കാര്യത്തിൽ സഹായം നൽകാനോ ഒന്നും സാധിച്ചിരുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിലടക്കം കുറച്ച് ഈ ഒരു കരട് പട്ടിക പ്രഖ്യാപിക്കുന്നതിനടക്കം കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ചീഫ് സെക്രട്ടറി അടക്കം കത്തയച്ചിരുന്ന സാഹചര്യമുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പരാതികളും ആക്ഷേപങ്ങളും അടക്കം ഉന്നയിക്കാനുള്ള സമയമുണ്ടെങ്കിൽ പോലും ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കൂടുതൽ സമയം വേണം. അതായത് ഒരു മാസം എന്നൊരു സമയം കൂടുതൽ വേണമെന്ന ആവശ്യം തന്നെയായിരിക്കും ഈ ഒരു രാഷ്ട്രീയ കക്ഷികൾ ഐക്യകണ്ഠേന ആവശ്യപ്പെടാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഇതിലടക്കം ഇനി വരാൻ പോകുന്ന ഈ 6A ഒപ്പം തന്നെ ഫോം 6 അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ താമസിക്കുന്നവർക്കും പ്രവാസികൾക്കും ഈ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ളൊരു അവസരം ഒരുങ്ങുന്നുണ്ട്. അതും എത്രത്തോളം പ്രായോഗികമായി നടക്കുന്നു, അത് ഈ രാഷ്ട്രീയ കക്ഷികളും ഒപ്പം അതിലുള്ള പാകപ്പിഴകളടക്കം ഈ ഒരു ചർച്ചയിൽ എടുത്തു കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, സാരംഗൊന്ന് തുടരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ മണിയെ കണ്ടെത്താനാകാതെ പ്രത്യേക അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം SIT ചോദ്യം ചെയ്ത തമിഴ്നാട് സ്വദേശി താൻ മണി അല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. MS മണി എന്നാണ് തൻ്റെ പേരെന്നും ബാലമുരുകൻ എന്ന മണി തൻ്റെ സുഹൃത്താണ് എന്നുമാണ് ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അടുത്ത മാസം 4-നോ 5-നോ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് SIT ഇയാൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിയുടെ സിം കാർഡ് താൻ ഉപയോഗിച്ചു എന്നാണ് MS മണി ഇപ്പോൾ അവകാശപ്പെടുന്നത്. സാരംഗ്, ഈ വിഷയത്തിൽ SIT ഒരു നിർണായക ഘട്ടത്തിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വലിയ വിമർശനം കോടതിയുടെ അടക്കം ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിൽ ഒരു മെല്ലെപ്പോക്കുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ മണിയെ അല്ല ചോദ്യം ചെയ്തത് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അശ്വതി, തീർച്ചയായും. കാരണം ഈ ഒരു മണി എന്നൊരു പേര് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് ഈ ഒരു അന്വേഷണത്തിലോ ഈ ഒരു ഗൂഢാലോചനയോ ഒരിക്കലും പോലും അതായത് പുറത്ത് കേൾവിയില്ലാത്തൊരു പേരായിരുന്നു മണി. ഈ മണിയുമായി ബന്ധപ്പെട്ടായിരുന്നു അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ഈ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് പങ്കുണ്ട്. ഒപ്പം തന്നെ 4 പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കടത്തിക്കൊണ്ടുപോയി. ഒപ്പം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലടക്കം ഇങ്ങനെ ഒരു വലിയൊരു കൊള്ള നടത്താനുള്ള ഒരു ഗൂഢാലോചന നടന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കായിരുന്നു ഈ ഒരു മണി എന്നൊരു പേരും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു മണിയെ ചോദ്യം ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങൾ വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ താനല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു വന്നത്. പക്ഷേ ഈ ഒരു കാര്യം, ഈ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പശ്ചാത്തലവും മുൻപ് നടന്ന പല ക്രയവിക്രയങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഇന്നും അദ്ദേഹത്തിനെ കൂടിക്കാഴ്ച നടത്താനുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ
മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം SIT നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പേര്, അതായത് ഡി മണി എന്നൊരു പേര് തൻ്റേതല്ല എന്നായിരുന്നു അദ്ദേഹം ഉയർത്തി കാണിച്ചത്. പക്ഷേ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഇതിൽ പങ്കുണ്ടോ, ഒപ്പം തന്നെ ഇയാളുടെ പങ്കാളി തന്നെയാണോ, പങ്കാളി ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇനി മറ്റ് തലങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാരോട് ഒരു നോട്ടീസ് നൽകിക്കൊണ്ട് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അവർ ഒരു ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹാജരാകാതിരുന്നത്. അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഉന്നതരിലേക്ക് എത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത്. പക്ഷേ അതിൽ ശങ്കർദാസ് അടക്കമുള്ള പോലീസുമായി, അതായത് ഈ ഒരു പോലീസിൻ്റെ കൈകടത്തലുകൾ, അതായത് അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള പല കാര്യങ്ങളും രാഷ്ട്രീയ തലത്തിലും ഒപ്പം തന്നെ ഈ ഒരു സേനാ വിഭാഗത്തിൽ നിന്നടക്കം സമ്മർദ്ദമുണ്ട് എന്ന കാര്യം പ്രതിപക്ഷ നേതാവും ഒപ്പം പല രാഷ്ട്രീയ കക്ഷികളും ഉന്നയിച്ചിരുന്നു. ഇതിലൊരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യതയും ഇപ്പോഴും തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകുന്നു, അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ ഒരു കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിനുള്ള പ്രതിസന്ധികൾ ഇനിയും വർദ്ധിക്കും. ഒപ്പം തന്നെ ഈ ഒരു ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത, ഇതിൻ്റെ പണം പറ്റിയ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്ത പലരും രാഷ്ട്രീയ ഭരണ തലത്തിലടക്കമുള്ള ഉന്നതരാണെങ്കിൽ അവരിലേക്കും എങ്ങനെ എത്താൻ കഴിയും? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയൊരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, അതിൽ തിരിച്ചടി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഈ ഒരു സമയത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മേൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡി മണിയിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിലേക്കും പിന്നീട് അതിൽ നിന്നും ഈ ഒരു രാഷ്ട്രീയ ഉന്നത തലങ്ങളിലേക്ക് അടക്കം എത്താനുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ശബരിമലയിൽ ഇന്ന് മണ്ഡല പൂജ നടക്കും. 10, 10-നും 11:30-നും ഇടയിലാണ് തങ്കാങ്കി ചാർത്തിയുള്ള പൂജ നടക്കുക. മണ്ഡലപൂജ കണക്കിലെടുത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. വൈകിട്ട് നട അടക്കും. ഈ മാസം 30-നാകും നട തുറക്കുക. എന്തായാലും മണ്ഡല പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. 10 മുതലാണ് 11:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. ഭക്തരിപ്പോഴും സന്നിധാനത്തേക്ക്, അതായത് 18-ാം പടി ചവിട്ടി മുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഏതാണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു 18-ാം പടി, അതായത് ഇവിടെ ഇതിൻ്റെ താഴ്ഭാഗത്തടക്കം വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്ന, തിക്കും തിരക്കുമുണ്ടായിരുന്ന ഒരു 18-ാം പടിയാണ്. ഒരുപക്ഷെ ഭക്തരെ സംബന്ധിച്ച് ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കഠിനമെന്ന് അവർക്ക് തോന്നിയ പലരും പറഞ്ഞത് 18-ാം പടി കയറ്റമാണ്. കാരണം വളരെ വേഗത്തിൽ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആളുകളുടെ ഭാഗത്തു നിന്നും തിക്കും തിരക്കും ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഇത്തവണ കണ്ടു. എന്തായാലും ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. 35,000 ഭക്തർക്ക് മാത്രമാണ് ആകെ രാത്രി വരെ ദർശനമുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തർ ഇവിടേക്ക് എത്തുന്നത് കുറവാണ്. സ്പോട്ട് ബുക്കിങ്ങും 2000 പേർക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ എണ്ണം ആകെ കുറവായതുകൊണ്ട് തന്നെ തിരക്ക് ഈ സന്നിധാനത്ത് വളരെ കുറവാണ്. ഇന്നെത്തുന്ന ഭക്തർക്ക്, ഇന്ന് ഓൺലൈൻ വഴി ബുക്കിംഗ് കിട്ടിയ ഭക്തരെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ സുഗമമായ ദർശനം, അയ്യപ്പൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കാര്യമായി തൊഴാൻ കഴിയുന്ന സാഹചര്യം പോലും ഇന്ന് ഉണ്ട്. സാധാരണഗതിയിൽ ഒരു സെക്കൻഡ് കൊണ്ട് കണ്ടാൽ കണ്ടു എന്ന അവസ്ഥ മാത്രമാണ് പലപ്പോഴും ദർശനത്തിനെത്തുന്ന ഭക്തരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് വളരെ സ്വസ്ഥമായി നിന്ന് ഭക്തർക്ക് തൊഴാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ ശബരിമല സന്നിധാനത്ത് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ മണ്ഡല പൂജയിലേക്ക് ശബരിമല സന്നിധാനം പൂർണ്ണമായും കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കലശപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. പിന്നീട് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന പൂജകളാണ് പരിപൂർണമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ദീപാരാധനയോടുകൂടിയാണ് മണ്ഡല പൂജ ഏതാണ്ട് അതിൻ്റെ പര്യവസാനം ഉണ്ടാകുന്നത്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്ന് നടന്നു. ഇന്ന് രാവിലെയും തങ്കയങ്കി ചാർത്തിയാണ് ഈയൊരു പൂജാക്രമങ്ങൾ നടക്കുക. രാവിലെ അല്പസമയം മാത്രമാണ് ഇന്ന് നെയ്യഭിഷേകത്തിന് സൗകര്യമുള്ളത്. ഇങ്ങനെ ചില പരിമിതികൾ ഇന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എത്തുന്ന ഭക്തർക്ക് വളരെ സുഗമമായ ദർശനം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഒരു കാര്യമുള്ളത്, ഇന്ന് രാത്രി 11 മണി വരെയാണ് നേരത്തെ ഹരിവരാസനം പാടി നട അടയ്ക്കുന്ന സമയം. 11 മണിയായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിൽ അത് 10 മണിയായി ചുരുക്കിയിട്ടുണ്ട്. ഭക്തരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് നേരത്തെ നട അടയ്ക്കുന്നത്. എന്തായാലും വൈകുന്നേരം 5 മണിക്കാണ് മറ്റ്
അതായത് 30-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ഇനി നട തുറക്കുക. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുക. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും നടത്തിക്കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ സംബന്ധിച്ച് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിനമാണ് 41 എന്നവർ സാധാരണഗതിയിൽ പറയുന്നത്. അങ്ങനെ മണ്ഡലപൂജ, മണ്ഡലകാല തീർത്ഥാടനത്തിനും ഏതാണ്ട് ശുഭകരമായ ഒരു പര്യവസാനം കൂടിയാകുകയാണ്. ജി ശ്രീജിത്താണ് സന്നിധാനത്ത് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരപരിപാടികൾ യോഗം ആസൂത്രണം ചെയ്യാൻ കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കെ ഇതേക്കുറിച്ചും യോഗം ചർച്ച ചെയ്തേക്കാം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും വിലയിരുത്തും. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വിശദീകരണം തേടി ഹൈക്കോടതി. പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സുനിൽ ചവിട്ടുപടമാണ് ഉമ്മൻചാണ്ടിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനെതിരെ LDF അംഗം C. കണ്ണനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന്റെ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഇന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമില്ല എന്നും കോടതി അറിയിച്ചു. ഗാനമേളയും വെടിക്കെട്ടുമായി തോൽവി ആഘോഷമാക്കി LDF സ്ഥാനാർത്ഥി. മലപ്പുറം തെന്നല 6-ാം വാർഡിലെ അബ്ദുൾ മജീദാണ് പരാജയം ആഘോഷമാക്കി നാട്ടുകാർക്ക് ഭക്ഷണവും ഗാനമേളയും വെടിക്കെട്ടുമൊക്കെ ഒരുക്കിയത്. ബാക്കി 14 സ്ഥാനാർത്ഥികളും തോറ്റിരിക്കുകയാണ്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും നമുക്കൊരു വിഷമല്ല. കാരണം ഇത് നമ്മുടെ വിജയം തന്നെയാണ്. 5 വാർഡുകൾ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും വലിയ വിജയമായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. പരാജിതന്റെ തോൽവിയും വിജയം പോലെ ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് വിളിച്ചു പറയുകയാണ് തെന്നല ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച പാലക്കൽ അബ്ദുൾ മജീദ്. തന്റെ തോൽവി വിജയേക്കാൾ കളർഫുള്ളായി ആഘോഷിക്കുകയായിരുന്നു മജീദ്. മറുവശത്ത് വിജയിയായ UDF സ്ഥാനാർത്ഥിയുടെ വിജയം DJ അടക്കം വെച്ച് ആഘോഷിക്കുമ്പോൾ ഇവിടെ മജീദും ഒട്ടും കുറച്ചില്ല. വെടിക്കെട്ടും ഗാനമേളയും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി പരാജയത്തെ വിജയത്തെക്കാൾ മനോഹരമായി ആഘോഷിച്ചു. വോട്ടുകൾ ഞങ്ങൾക്ക് കുറവുണ്ടായി എന്ന് വെച്ചിട്ട് ഞങ്ങളാരും ഒരു പരാജിതരായ ആളുകളല്ല. നമ്മുടെ പിന്നിലെ ഒരു വലിയ സേന തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രയത്നവും അവരുടെ കഠിനാധ്വാനവും നമുക്ക് ഒരുപാട് വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ ചേരിയിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആളുകളോടൊക്കെ ഒരു നന്ദി പറയുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. തന്റെ വാർഡിൽ 800ഓളം വരുന്ന ആളുകൾക്കാണ് മജീദ് ഭക്ഷണം ഒരുക്കിയത്. പരാജിതന്റെ ചിരി സംഗീതത്തെക്കാൾ മനോഹരമെന്ന തത്വം ഇവിടെ പ്രാവർത്തികമാക്കുകയായിരുന്നു മജീദ്. ലീഗിലെ KP അൻവറിനോട് 287 വോട്ടുകൾക്കാണ് അബ്ദുൾ മജീദ് പരാജയപ്പെട്ടത്. ന്യൂസ് 18 തിരൂർ. ഇടവേള. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ എലോൺ മസ്ക് ഒന്നല്ലല്ലോ. ബട്ട് ഐ ക്യാൻ ഓഫർ സംതിങ് ഗുഡ്. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച പ്രദേശത്തെ കള്ളിയിങ് പുരോഗമിക്കുന്നു. 5 പഞ്ചായത്തുകളിലായി ഇതുവരെ 3795 പക്ഷികളെയാണ് കൊന്നത്. പ്രഭവ കേന്ദ്രങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെയാണ് നശിപ്പിക്കുന്നത്. തകഴി, കാർത്തികപ്പള്ളി, കരുവാറ്റ, പുന്നപ്ര സൗത്ത്, പുറക്കാട്, ചെറുതന, നെടുമുടി, അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തുകളിലാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 19,881 പക്ഷികളെയാണ് ജില്ലയിൽ മുഴുവൻ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടത്. നെടുമുടി, കരുവാറ്റ, തകഴി, കുമാരപുരം പഞ്ചായത്തുകൾ കള്ളിങ് പൂർത്തിയായി.
മറ്റു പഞ്ചായത്തുകളിൽ ഇന്നും തുടരും. തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചാണ് നശീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. PPE കിറ്റുകൾ ധരിച്ചാണ് പ്രതിരോധ പ്രവർത്തകർ കള്ളിംഗ് നടപടികൾ പൂർത്തീകരിച്ചത്. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷി വളർത്തൽ നിരോധിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ പരിധിയിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം, ഫ്രോസൺ മീറ്റ്, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തലും ഒരാഴ്ചത്തേക്ക് നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങി. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി സെക്രട്ടറിമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ ലിഫ്റ്റിൽ ജീവനക്കാരി കുടുങ്ങി. ഫയർഫോഴ്സും ലിഫ്റ്റ് ടെക്നീഷ്യനും ചേർന്നാണ് ജീവനക്കാരിയെ രക്ഷപ്പെടുത്തിയത്. അരമണിക്കൂറിലധികം ലിഫ്റ്റിൽ കുടുങ്ങിയതായി സഹപ്രവർത്തകർ അറിയിച്ചു. ഡയാലിസിസ് രോഗികളെ അടക്കം കൊണ്ടുപോകുന്ന ലിഫ്റ്റ് നിരന്തരം തകരാറാകുന്നതായും പരാതി. വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായ പനമരം കൊറ്റില്ലം നാശത്തിന്റെ വക്കിൽ. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റില്ലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. ലക്ഷങ്ങൾ മുടക്കി പണി തുടങ്ങിയ ബൈനാക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുകയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്. പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. 1 ഏക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് പല വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റില്ലത്ത് ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റില്ലം നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റില്ലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റില്ലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനാക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു. ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം 1-ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു. ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഒരു ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60-75 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക് ടവർ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ വനപഞ്ചായത്തിനെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷി സങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്.
മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റില്ലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, ന്യൂസ് 18, വയനാട്. ബംഗ്ലാദേശിൽ സ്വതന്ത്രവും നീതിയുക്തവും എല്ലാവർക്കും പങ്കാളിത്തവുമുള്ള തെരഞ്ഞെടുപ്പ് വേണമെന്ന് ഇന്ത്യ. ബംഗ്ലാദേശിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെ ആക്രമണം തുടരുന്നതായി ആരോപണം ശക്തമാകുന്നു. BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ വെള്ളിയാഴ്ച ധാക്കയിലെ തന്റെ പിതാവും ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റുമായ സിയാവൂർ റഹ്മാന്റെ ശവകുടീരം സന്ദർശിച്ചു. അജയ് സുധ ബിജു ആണ് ചേരുന്ന വിവരങ്ങളുമായി. അജയ്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെ അടുത്ത് നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന പുതിയ തെരഞ്ഞെടുപ്പാണ്. ഫെബ്രുവരി 12-നാണ് ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇപ്പോൾ ഈ പുതിയ BNP എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉള്ള അവരുടെ ഒരു പുതുതായിട്ട് അവർ ഈ മുസ്ലിം സഖ്യങ്ങളുമായിട്ടൊക്കെ പ്രധാനമായിട്ടും ഉള്ള ഒരു കൂട്ടുകെട്ട് അവസാനിപ്പിച്ചതിനെ തുടർന്ന് അവർ ഹിന്ദുക്കളെ കൂടി ചേർത്ത് വയ്ക്കുന്ന ഒരു നിലപാടാണ് പുതുതായി BNP സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രൺദീപ് ജയ്സ്വാൾ ബംഗ്ലാദേശിൽ മൊത്തത്തിൽ 2900 ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അക്രമ സംഭവങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെയിംസ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശി പോപ്പ് സിംഗറിൻ്റെ ഒരു കലാപരിപാടി, അവിടെ ഒരു സ്കൂളിൻ്റെ ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരമൊരു കലാപരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി ഉൾപ്പെടെ റദ്ദ് ചെയ്യുന്ന സംഭവം ഉൾപ്പെടെ ബംഗ്ലാദേശിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം അത് ഇപ്പോൾ അടുത്തിടെ ഈ ഒരു വലിയൊരു ജനക്കൂട്ടം ഈ ഒരു സ്ഥലത്തേക്ക് കടന്നെത്തുകയും ഈ സ്റ്റേജ് ആക്രമിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഈ ജെയിംസിൻ്റെ കലാപരിപാടി അത് അവസാനിപ്പിക്കുന്ന നിലപാടുണ്ടായിരുന്നത്. താരിഖ് റഹ്മാൻ തിരിച്ചു വന്നതിന് പിന്നാലെ അദ്ദേഹം ഈ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. BNPയുടെ ആക്ടിംഗ് ചെയർമാനാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കും എന്നുള്ള കാര്യം നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ബംഗ്ലാദേശിൻ്റെ ഭാവി പ്രധാനമന്ത്രിയായി പലരും ഉയർത്തിക്കാട്ടുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. മുൻപ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ബംഗ്ലാദേശിലുള്ള മൈനോറിറ്റീസിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ്. നിലവിൽ അവാമി ലീഗ് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ ഈ താരിഖ് റഹ്മാന്റെ മടങ്ങിവരവും അദ്ദേഹത്തിന്റെ ഈ BNP പാർട്ടിയിലേക്കുള്ള ഈ സ്ഥാനവും അത് ഈ മൈനോറിറ്റി വോട്ടുകളെ BNPയിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഉന്നയിച്ച ഈ ഒരു ആശങ്ക, അവിടെയുള്ള ഈ ഹിന്ദുക്കളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത് ചേരും. നമസ്കാരം.